ഈ ഭൂട്ടാൻ വാഹനക്കടത്തിൽ സിനിമാ നടന്മാരുടെ വീടുകളിലെ ഇ.ഡി. റെയ്ഡിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശബരിമല സ്വർണ്ണമോഷണം മുക്കാനാണ് ഇ.ഡി. റെയ്ഡ് എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഇതിനിടെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ അധിക്ഷേപ പരാമർശത്തിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിലും വിവാദ പരാമർശങ്ങൾ ഉണ്ടായി. എനിക്കറിയത്തില്ല, സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവര് മലിനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനക്കടത്തിൽ നടന്മാരുടെ വീടുകളിലെ റെയ്ഡിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെയാണ് കേന്ദ്രമന്ത്രി തന്നെ രംഗത്തെത്തിയത്. പരാമർശം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിചാരി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അടിച്ചുമാറ്റൽ എന്ന് പറയുന്നത് വല്ലാണ്ടങ്ങ് ആളിപ്പടരുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി സിനിമാക്കാരാണ് യുവാക്കളെയൊക്കെ കൊണ്ടുചെന്ന് അത് വാർത്തയാക്കി സർക്കാരിനെയും സർക്കാരിന്റെ മോഷണ കുറ്റങ്ങളെയും ഒക്കെ കുടപിടിക്കുകയോ മറപിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ സിനിമാക്കാരെ ദ്രോഹിക്കുന്നതും വാർത്താ ചാനലുകൾ നല്ലതല്ല, ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. സുരേഷ് ഗോപി സത്യം തിരിച്ചറിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം സാധാരണ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തുമ്പോഴാണ് ഇ.ഡി. അന്വേഷണം കൊണ്ട് ഇറങ്ങുന്നത്. ഇത് കേരള ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തിയപ്പോഴാണ് ഇ.ഡി. അന്വേഷണം കൊണ്ട് ഇറക്കിയത്. ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞാൽ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. കലിംഗ് സംവാദ ചർച്ചയിൽ സുരേഷ് ഗോപി നടത്തിയ നപുംസക പരാമർശവും വിവാദമായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ DCC അധ്യക്ഷനും അധിക്ഷേപ പ്രസംഗം നടത്തി. കോൺഗ്രസ് പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു. പാലക്കാടുകാരൻ മാത്രം ആണും പെണ്ണും കെട്ടവൻ പറഞ്ഞ സുരേഷ് ഗോപിയാണ് ആണും പെണ്ണും കെട്ടവൻ. ഞങ്ങളല്ല, പാലക്കാടുകാരല്ല ആണും പെണ്ണും കെട്ടവൻ. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.